ഗൈസ് ഹോണ്ട പണിയൊന്നും ഗൈസ് ഞാനിങ്ങനെ എങ്ങനെ പുറത്തേക്കോ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ നിൽക്കായിരുന്നു. നമ്മുടെ ഹോണ്ട പണിയൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഹോണ്ടയ്ക്ക് വരുന്നതാണ്. ഈ മഴയത്തൊക്കെ നല്ല പ്രശ്നമുള്ളതാട്ടോ. നിങ്ങളൊന്ന് സൂക്ഷിക്കുക ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ബാറ്ററീൻ്റെ ഒരു അവിടെ ഫംഗസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്രശ്നം. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. എനിക്കിതല്ല ഇത് ഫസ്റ്റ് ടൈം ഒന്നല്ല കേട്ടോ, എക്സ്പീരിയൻസ് ഉണ്ട്. 3-4 വർഷം 2 വർഷം RC യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ വണ്ടി ഇവിടുന്ന് ടോ ചെയ്ത് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകുന്ന പരിപാടി, അങ്ങനെ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ബാറ്ററി മാറ്റി തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രണ്ടാമത് വന്നിട്ട് ഈ ബാറ്ററി ഞാൻ പുതിയതായിട്ട് വെച്ചതാണ്. ജസ്റ്റ് ബ്രാൻഡ് ന്യൂ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും വണ്ടിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്നറിയില്ല. അത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ചെറിയൊരു ഫംഗസ് പോലൊരു സംഭവം വന്നിട്ടുണ്ട്. ആ ഫംഗസ് കൊണ്ട് കറക്റ്റ് കോണ്ടാക്റ്റ് വരാത്തതാണ്. ഇപ്പം ഞാനിത് ഇളക്കുകയാണെങ്കിൽ അവിടെ മറ്റേ നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഇത് കേൾക്കാം. ഇപ്പം ഓഫാണ്. ഫോണൊക്കെ കണക്കാണ്, അതിലൊന്നും കാണിക്കുന്നില്ല, റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു സാധനം കാണിക്കുന്നില്ല. കാണാമല്ലോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ കണ്ട വരുന്നു ഇളകുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഇപ്പോൾ ചിലപ്പോൾ കണ്ടോ അടിക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ബാറ്ററി കിട്ടുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ. WD-40 എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്ന് വെച്ച് അടിച്ചു നോക്കാം. അടിച്ച് നോക്കി ചിലപ്പം വർക്ക് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് കാര്യമായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 പ്രാവശ്യം ഞാൻ RSI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ് ബാറ്ററീൻ്റെ ഇഷ്യൂ വരുന്നത്. ഫസ്റ്റത്തെ പ്രാവശ്യം വന്ന സമയത്ത് അവർ RSI യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനിത് നമ്മുടെ ഹൈനസൊക്കെ എടുത്ത ആൾക്കാർ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അവർക്ക് മണാലിയിൽ നിന്നും കരത്തു നിന്നൊക്കെ ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്രോ അത് ബാറ്ററീൻ്റെ പ്രശ്നമാണ്, ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര അറിയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് പ്രാവശ്യം അവർ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തന്നില്ല. അവർ ജസ്റ്റ് WD-40 ഒക്കെ അടിച്ചിട്ട്, WD-40 ആണെന്ന് തോന്നുന്നു, എന്തോ അടിച്ച് ആ ഫംഗസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന് ശേഷം രണ്ടാമതൊരു ദിവസം ഇതേപോലെ ഓഫീസിൽ പോകുന്ന വഴിക്ക് നിന്നിട്ട് എനിക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം വഴി കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് സൈഡാക്കി പിന്നെ വർക്ക് ഫ്രോം എടുക്കുകയൊക്കെയാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അത് പൊട്ടണം നിർബന്ധമില്ല. ഇതിലാകെ ഒരു പ്രശ്നമുള്ളത് ഇതാണ്, ബാറ്ററീൻ്റെ ഒരു കംപ്ലയിൻറ്റ് സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നിങ്ങൾ നോക്കുക. ഇതെനിക്ക് തോന്നുന്നു എടുക്കാത്ത വണ്ടികൾക്ക്, നമുക്ക് വണ്ടി ഓട്ടം കുറവാണ്. എനിക്ക് ഫസ്റ്റ് 2 കൊല്ലം കൊണ്ടാണ് 14-15 ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആകെ 1000-1500 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ള കൊല്ലത്തിൽ ഓടിയിട്ടുള്ളൂ. കാരണം മോനും കാര്യങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം ഫുള്ള് കാറിലായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നത്. പഴയ സ്വിഫ്റ്റിലായിരുന്നു ഫുള്ള് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഓട്ടം കുറവാണ്. അപ്പം വെറുതെ വെച്ചിട്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. എൻജിൻ വൈസ് സൂപ്പറാണ്, ചളി തെറിക്കുക, അതേപോലെ ഈ വോബിളിങ്, ഈ ബാറ്ററി കംപ്ലയിൻറ്റ്, ഈ 3 കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്. വണ്ടീൻ്റെ ലുക്ക് കണ്ടിട്ട് എടുത്തതാണ്. എനിക്ക് കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാൽ എനിക്ക് പ്രോപ്പർ പ്ലാന്റഡ് ഫൂട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ എൻ്റെ ഡ്രീം ബൈക്കായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ആകെ പ്രശ്നമുള്ളത് ഈ ചളി തെറിക്കുന്നത്, മഴയത്ത് പറ്റൂല. രണ്ടാമത്തത് ഈ വോബ്ലിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പം കംപ്ലീറ്റ്ലി അവർ മാറ്റി തന്നു. കാറ്റടിച്ചാലും കാറ്റ് കുറഞ്ഞാലൊക്കെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. എനിക്ക് ടയർ അവർ മാറ്റി തന്നു, MRF ഫ്രീ ആയിട്ട് മാറ്റി തന്നതായിരുന്നു ടയർ ഫ്രണ്ടിലത്തെ. അതിൻ്റെ ശേഷം വോബ്ലിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോൾ റേസിംഗ് ഉണ്ടല്ലോ, ആ സാധനം ഞാൻ മാറ്റിയതാണ്. ആ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സംഭവം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഏകദേശം സംഭവങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിലാണ് ഈ സാധനം മാറ്റി വെച്ചാട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് പ്ലാന്റഡ് ആയിട്ടൊരു ഫുഡ് കിട്ടുന്നുണ്ട് വെച്ചാൽ, ഒരു കാല് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പ്ലാന്റഡ് ഫുഡ് കിട്ടും. ചെരുപ്പ് കുറച്ച് ഹീലുണ്ട്, അതുകൊണ്ടാണ് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസം, എനിക്ക് ഏകദേശം 166 റേഞ്ചിലാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. കാലിന് കുറച്ച് ഹൈറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലാന്റഡ് ഫുഡില്ല. സീറ്റ് കുറച്ച് ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 60-70 കിലോമീറ്ററൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടി വരും. മേ ബി 30 കിലോമീറ്ററിനുള്ളിൽ തന്നെ ബ്രേക്ക് എടുത്ത് പോകേണ്ടി വരും. കാരണം ഇവിടെ ഒന്നും ഉള്ളതായിട്ട് അറിയില്ല, അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 32-35ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാർ 40-45 കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല. അതൊക്കെയാണ് എനിക്ക് കിട്ടി. 32ൻ്റെ മേലെ 36 എനിക്ക് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്ന മൈലേജ്. ലോങ് ട്രിപ്പ് അടിച്ചൊരു 400-500 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 600-700 അങ്ങനെ എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓട്ടത്തിലാണ് എനിക്ക് 36 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ റോഡായിരുന്നു. അപ്പം അതിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എഞ്ചിൻ വൈസ് അടിപൊളി എഞ്ചിനാണ്, വേറെ ഒരു പ്രശ്നമില്ല, വൈബ്രേഷൻ ഇല്ല, വേറെ ഒരു ഇഷ്യൂസും ഇല്ല. നല്ല എഞ്ചിൻ, നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഈ ചെറിയ പ്രശ്നങ്ങൾ, ചളി തെറിക്കുക, അതേപോലെ ബാറ്ററി ഇഷ്യൂ, ഈ നിതംബം പ്രശ്നമാവുക, വോബ്ലിംഗ്, ഈ പ്രശ്നങ്ങളാണ്. വോബ്ലിംഗ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഹോണ്ടയിൽ നിന്ന് തന്നെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ടയറും കാര്യങ്ങളൊക്കെ ഹോണ്ടയിൽ നിന്ന് MRF ആയിട്ട് ലെറ്ററൊക്കെ കൊടുത്തിട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ വോബ്ലിംഗ് വന്ന സമയത്ത്. പിന്നെ ഞാൻ 2 പ്രാവശ്യം RC എടുത്തിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ
ബാറ്ററി മാറ്റുക ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ബാറ്ററിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിനും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. എടുക്കാതെ വെച്ചിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ഡെയിലി എടുക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അച്ഛൻ്റെ അനിയൻ്റെ വണ്ടിക്ക് ഈ പ്രശ്നമില്ല. അച്ഛൻ്റെ അനിയൻ്റെ അതാണ് ഹൈനസ് ആണ് യൂസ് ചെയ്യുന്നത് അച്ഛൻ്റെ അനിയൻ്റെ വണ്ടി. അപ്പോൾ ഹൈനസിന് ഇത്ര പ്രശ്നമില്ല. ആർസിന് മാത്രം ഞാൻ എടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഫസ്റ്റ് 2 കൊല്ലം കൊണ്ടാണ് എനിക്ക് 15,000 ആയത്. പിന്നുള്ള കൊല്ലം എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നില്ല. ഏകദേശം 2000 കിലോമീറ്റർ അടുത്തൊക്കെ ഓടിയിട്ടുള്ളൂ ആ 2 കൊല്ലം കൊണ്ട്. അല്ല 1 കൊല്ലം കൊണ്ട്. ഓൾമോസ്റ്റ് വാവയൊക്കെ ഉണ്ടായതിന് ശേഷം കാറിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇപ്പോഴാണ് രണ്ടാമത് എടുത്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു 3 മാസം മുന്നെയാണ് ബാറ്ററി മാറ്റിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് WD-40 ഒക്കെ അടിച്ചിട്ട് സെറ്റാവുമോ നോക്കട്ടെ. ഞാൻ സെറ്റാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നേരത്തെ ഒന്നും സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ കാര്യങ്ങളും കയറിയതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ ബാറ്ററിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാര്യം ചെയ്തിട്ട് മാത്രം RS കാര്യങ്ങളൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇതേപോലെ RS കാര്യങ്ങളൊക്കെ വിളിച്ച് പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അറിയില്ലായിരുന്നു. അപ്പം അതൊരു കോമൺ ഇഷ്യൂ ആണ്. ഇപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ അറിയില്ല. ബാറ്ററിൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നത് എടുക്കാതെ വെക്കുമ്പോൾ ഇവിടെ ചെറിയ ഫംഗസ് പോലത്തെ എന്തോ പരിപാടി വരും. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് റെക്ടിഫൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. Experience the thrill of the ride. Subscribe and follow us now.